ട്രാവൽസിന്റെ രണ്ടാമത്തെ ദിവസം ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എവിടെ പോവാണ്? തിരുവനന്തപുരം അല്ല, തിരുവൈരാണിക്കുളം അമ്പലത്തിൽ പോവാണ്. ഞാനുണ്ട്, അജീഷണ്ണുണ്ട്, ശരത്ത് വരുന്നില്ല, അവനെ വിളിച്ചിട്ട് വരുന്നില്ല. അവൻ വീട്ടിൽ പോന്നു, വഴിപോക്കലുണ്ട്. അമൃതം പൊടി ഒന്നും കാണാൻ വയ്യ. അമൃതം പൊടി ഇരുട്ട് നിൽക്കുന്നു, ഒരു ഇരുട്ട് ജീവി. മീനിനെ വിളിച്ചിരുന്നു പക്ഷെ വന്നില്ല. സോറി മീൻ, എന്തുകൊണ്ട് നീ വന്നില്ല? എന്താ പറഞ്ഞ? പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ നമ്മുടെ ഈ നാട്ടിലുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെ എല്ലാ ആൾക്കാരും ഇവിടെ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ഇടത്തോളൂ. വീട്ടിൽ ആരുമില്ല, ഈ ഏരിയകളിൽ ആരുമില്ല. നിങ്ങൾക്ക് വരാം. ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് രാത്രി വരാം. ഇന്ന് രാത്രി ഒന്നും ഇവിടെ നിന്ന് ഈ ആരുമില്ല. ഇത്രയുള്ള ഏരിയയിലുള്ള മിക്ക ആൾക്കാരും പോകുക കേട്ടോ. അപ്പോൾ നമുക്ക് ബസ് ഏതാ നോക്കാം. മെഡോക്സ് എന്ന് വരുന്നതെന്ന് പറയുന്നത് കേട്ട് 3 ബസ്സുണ്ട്. 2 വലിയ ബസ്സും ഒരു ചെറിയ ബസ്സും ഉണ്ട്. ഈ ഏരിയകളിൽ CCTV ക്യാമറ ഇല്ല കേട്ടോ. ആര് പറഞ്ഞു? ഉണ്ട്. രണ്ടാമത്തെ ബസ് റെയിൻബോ ട്രാവൽസിന്റെ രണ്ടാമത്തെ ബസ്. വണ്ടിയിലെ ഡ്രൈവർ ചേട്ടൻ. ഹലോ, എന്താ പേര്? രാജു. ഓക്കെ, നമ്മളെ പ്രമോദണ്ണൻ. ഗൈസ്, അങ്ങനെ നമ്മൾ പോളെ 2 വണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സീറ്റ് അറേഞ്ച്മെന്റ് നോക്കിയിട്ടാണ് ഇതിനകത്ത് കയറണം നോക്കുന്നത്. അണ്ണാ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. മിക്കവാറും ഞാൻ വിഷ്ണു ഔട്ടാണ്. മിക്കവാറും ഞങ്ങൾ രണ്ടും വെളിയിൽ നിൽക്കുന്ന വരും തോന്നുന്നു. സതീഷിന് വേറെ വണ്ടി കൊണ്ട് പോകാൻ തിരിച്ച് വീട്ടിൽ പോയി. ആ നിൽക്കുന്നതാണ് നമ്മുടെ ക്രൂ, മെഡോക്സിന്റെയും റെയിൻബോയുടെയും ക്രൂ ആണ് അവർ കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൻബോയ്ക്കകത്ത് കയറി പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ചൊരു പയ്യൻ കുടിച്ച് ഫിറ്റായിട്ട് റോഡിൽ നടക്കുമെന്ന് കിടക്കുന്നു. എന്തൊക്കെ കാണോ എന്തോ. നമ്മളങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ചേർത്തലയാന്ന് തോന്നുന്നു സ്ഥലം. ചേർത്തലയിൽ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാനും പെട്രോൾ അടിക്കാനൊക്കെ കയറി നമ്മൾ പോയി. അതിൻ്റെ ഇടയ്ക്ക് സന്തോഷം, ദോശയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ബസ്സിലോട്ട് പോന്നു. അപ്പോൾ നമ്മൾ വണ്ടി വന്ന് കയറി. വണ്ടി നല്ല പുഷ് ബാക്ക് സീറ്റ് കേട്ടോ. രാത്രി സമയങ്ങളിൽ ഇത്തരം ചേർത്തല സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ തട്ടുകടയുണ്ട്. പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ അവരെ ഞാൻ എടുക്ക് പറയാം. ചപ്പാത്തി നല്ല ചപ്പാത്തിയാണ്. ചപ്പാത്തി ഇല്ല, നല്ല പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം അന്നേരം ചൂടായി തരുവാണെങ്കിലും കൊള്ളാം. എന്തായാലും അത് വേറെ കാര്യമുണ്ട്, ഈ രാത്രി സമയങ്ങളിൽ നമുക്ക് ഗുണമാകുന്നു. സമയം തന്നെ എത്ര 2:10. നല്ല അച്ഛനും അമ്മയൊക്കെ വേറെ ട്രാവലറിനകത്തായിരുന്നു കേട്ടോ. അവരെ ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ആൾക്കാരുണ്ട്. നമ്മൾ വന്ന 2 വലിയ വണ്ടികളുണ്ട്. ചെറിയ വണ്ടി അപ്പുറത്തോട്ട് മാറ്റിയിട്ടേക്ക് വന്നു തോന്നുന്നു. അല്ല, ചെറിയ വണ്ടിയുണ്ട്. ഇപ്പുറ സൈഡിൽ നല്ല ഇത് മഞ്ഞല്ല, അപ്പുറത്ത് പുകയാണ്. ആ പുകയ്ക്കുന്നതിൻ്റെ എഫക്റ്റാണ് മഞ്ഞൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അവിടെ എല്ലാ ആൾക്കാർ വെള്ളമുണ്ട്, കുളിക്കുന്ന സ്ഥലം. മഞ്ഞ എഫക്റ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അതും പ്രതീക്ഷിച്ച് വരണ്ട. നല്ല ഈ കളറിലാണ് വെള്ളം ഇരിക്കുന്നത്. കുളിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം തിരിച്ച് ഇവിടെ നേരെ നടന്നു പോവാണ്. ഓക്കെ, നേരത്തെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരുന്നതാണ് നല്ലത്. നമ്മളിനി ആലുവ ഇപ്പം എന്തോ അവിടെയാണ് ആലുവ ശിവക്ഷേത്രം കൊണ്ട് ആ ലൈറ്റ് എത്തുന്നിടത്ത്. അപ്പം അവിടെ ചെന്ന് അവിടെ കണ്ടിട്ട് വേണം തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുളിക്കാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ കുളിക്കാം. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വൃത്തിയായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് ഉറങ്ങാതെ വണ്ടിക്കകത്ത് കുത്തിയിരുന്നേ. ഞാൻ അജീഷണ്ണം കുളിച്ചു വെള്ളത്തിനകത്ത്. അജീഷണ്ണം പറഞ്ഞ് ആ സൈഡിലെ വെള്ളം കൊള്ളാത്ത ഈ സൈഡിലെ വെള്ളം കൊള്ളാമെന്ന്. നല്ല വെള്ളമല്ലേ? എളവൂർ ആറിനൊക്കെ നല്ല വെള്ളമാണോ? അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ തോത്തി വൃത്തിയായിട്ട് അമ്പലത്തിലുണ്ട്. നല്ല തെളിയുള്ള സൂപ്പർ. നമ്മുടെ ആലുവ ശിവക്ഷേത്രം തുറന്നിട്ടില്ല. തുറക്കാൻ 5:30 ആവുമെന്ന് തോന്നുന്നു. നമ്മളിപ്പം 4-4:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കുളിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വണ്ടികളെല്ലാം വന്ന് കിടക്കുന്നത്. പക്ഷേ വെള്ളം അത്ര ഇതില്ല, നല്ല കലങ്ങി ഭയങ്കര അഴുക്കായിട്ട് കഴിക്കുന്നു. ഞാൻ ഓൾറെഡി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ കുളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഉറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നു. ഇഷ്ടംപോലെ വണ്ടികളാണ്, ഇഷ്ടംപോലെ ബസ്സുകൾ, മെഡോക്സിൻ്റെ എല്ലാം. അത് നമ്മൾ വന്ന വണ്ടിയായിട്ട്, സോറി. ഇവിടെ ഇതോ ഇല്ല, അവിടെ കണ്ട പാർക്കിങ്ങിൽ ബസ് കിടക്കുന്നുണ്ട്. അതോ അവിടെ ഇത്രയും കണ്ട് ഇവിടെ എല്ലാം നടക്കുക. ഞങ്ങളൊരു സൈഡിൽ മാറി കിടക്കുന്നു. ഓക്കെ, എല്ലാവരും ഇങ്ങനെ നടന്നോട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നോണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞങ്ങൾ
ഈ വരിയെ ഫോളോ ചെയ്ത് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുക. ഇവിടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഫുഡ് മുഖ്യം വെച്ചില്ലേ. സതീഷ് ഇതിനാ വരുന്നേ. ഇവിടെ കഞ്ഞിയും പയ്യും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ്. നടക്ക് ആണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ വന്നു. ഇതിനിടയ്ക്ക് അജീഷിന് ഡ്യൂട്ടി കിട്ടി. ശ്രദ്ധിക്കുക, 2 ടൈപ്പ് ക്യൂ ഉണ്ട്. അപ്പുറത്ത് അല്ലാത്ത ക്യൂ, അതുകൊണ്ട് അവിടെ വെർച്വൽ ക്യൂ ആണ് ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിളായിട്ട് കയറാൻ വെർച്വൽ ക്യൂ ആണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇതുവരെ ഇവിടെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ, വെർച്വൽ ക്യൂവിൻ്റെ ക്യൂ ആണോ? ആ നോക്കട്ടെ. ആരും അറിയാതെ ഗോപിയയ്ക്ക് വേണ്ടിയിട്ട് കമ്മലുകൾ സെലക്ട് ചെയ്യുന്ന അജീഷണ്ണൻ. അങ്ങനെ തിരിച്ച് വരാൻ നേരം ഒരു ഹോട്ടലിൽ കയറിയതോ ഇവിടെ തന്നെയുള്ള ആര്യഭവൻ എന്നാണ് ഹോട്ടലിലെ പേര് കണ്ടത്. അവിടെ അല്ല ഇടിയപ്പം. നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോട്ടൽ, കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. നമ്മളെല്ലാവരും അവിടെ നിന്ന് കഴിച്ചായിരുന്നു. ബട്ട് ഞങ്ങൾ അറിഞ്ഞില്ല ബാക്കിയുള്ളവരൊന്നും കഴിച്ചില്ലെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചു. നല്ല കയ്പുള്ള നാരങ്ങ വെള്ളമായിരുന്നു, നല്ല ടേസ്റ്റ്. ഇവിടെ ഒന്നാരും കുടിക്കേണ്ട നാരങ്ങ വെള്ളം കേട്ടോ. ഇല്ല ചേട്ടൻ ഉണ്ടാക്കി തരുന്നത്. പുള്ളിക്കാരന് ഒട്ടും ഉണ്ടാക്കാൻ അറിയത്തില്ല. സതീഷിന് ഉപ്പ് വാരിട്ട് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ നല്ല കയ്പായിരുന്നു. ഇവിടെ അപ്പം നാരങ്ങളോട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം അറിയത്തില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ റെയിൻബോയ്ക്കകത്തോട്ടോ ഫുൾ ടൈം. നമ്മുടെ അറിയാവുന്ന ചേട്ടന്മാരൊക്കെയാണ് വണ്ടിയിൽ, കിളിയും കാര്യങ്ങളൊക്കെ. അപ്പം ഡ്രൈവറൊക്കെ. അപ്പം പുള്ളിയായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പോവും, അല്ലെ ബാക്കിൽ പോയിരിക്കും. ഇതെന്തുവാ? ദാഹം. നമ്മുടെ വണ്ടി ഇതോ പോകുന്നു. ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ട് ആൾക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നത്. അതുകൊണ്ട് സെക്കൻഡ് വണ്ടി ഇതായിരുന്നു. തേർഡ് വണ്ടി ഇന്ത്യ ഉണ്ടോ? അച്ഛനും അമ്മയ്ക്കുള്ള വണ്ടി ഇന്ത്യ ഉണ്ടോ? ചോറ്റാനിക്കര അമ്പലം. ഇവിടെ ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ഉടുമ്പ് കണ്ടോ? എന്താ പറയാനുള്ളേ? ഉടുമ്പാണ്. നമ്മളവിടെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങള് ചോറ്റാനിക്കര ഇറങ്ങി നേരെ ഇനി പോകുന്നത് അമ്പലക്കുന്നിലാണല്ലേ, അമ്പലപ്പുഴയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ചക്കുളം പിന്നെ ഓച്ചിറയിൽ കൂടി സമാപിച്ചുകൊണ്ട് നേരെ കൊച്ചുണ്ണിയുടെ കല്യാണ ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ കയറുന്നതാണ്. ഇപ്പം വണ്ടിയിൽ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് AC ഇട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾ ഈ വീഡിയോയിലായതുകൊണ്ടാണ്. നിങ്ങൾ ഞാൻ ഇരുന്നാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ വീഡിയോ കമന്റ് ചെയ്യണം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിയേക്കുവാണ്. അമ്പലപ്പുഴ കഞ്ഞിപ്പാടം. അതിൻ്റെ ഇവിടെ വണ്ടികളെല്ലാം കിടപ്പുണ്ട്. അങ്ങോട്ടാണ് അമ്പലം. ഫ്രണ്ട് പോർഷനാണ്.
അങ്ങനെ ഞങ്ങൾ ചക്കുളത്ത് അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. എൻ്റെ അങ്ങനെ ഞങ്ങൾ അവസാനമായിട്ട് ഓച്ചിറ അമ്പലത്തിലാണ് എത്തിയത്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. തീർത്ഥാടന യാത്രയുടെ അവസാനത്തെ അമ്പലം ഇതാണ്. ഓച്ചിറ അമ്പലത്തിൽ വന്നിട്ടാണ് ഇനി തീരുന്നത്. അപ്പം മിക്ക വണ്ടികളും ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് അവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പം പോകാൻ വീട്ടിലേക്ക് അവർ കഴിക്കാൻ ദോശ മേടിച്ച് ഇവിടുന്ന് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മളെ യാത്രയോടെ തന്നെ അവസാനിക്കുന്നതാണ്. വീട് എത്താറായി കേട്ടോ. നല്ല ഉറക്കം വരുന്നില്ല എന്നുള്ള രീതിയിൽ കിടന്ന ഞാൻ നടന്ന് ഉറങ്ങി. നമ്മൾ എത്താറായി കേട്ടോ. ഇനി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ബൈ. ഓക്കെ.